ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമഹ മഹോത്സവം ഭാരതത്തിൻ്റെ തനിമയുടെ പുനരാവിഷ്കാരവും ആത്മബോധത്തിൻ്റെ പുനർജാഗരണവും ആണെന്ന് എ ഗോപാലകൃഷ്ണൻ. ഉത്സവത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം സഫലമായി തീർന്നതായും മുതിർന്ന സംഘപ്രചാരകൻ എ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങൾ തീർത്ഥസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. താരയതേ ഇതി തീർത്ഥ എന്നാണ് പറയാറുള്ളത്. ഏതൊരു സങ്കേതമാണോ നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത്, അതാണ് തീർത്ഥം. ഈ നിറാനദിയുടെ ഈ സങ്കേതം ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ബ്രഹ്മാവ് യാഗം ചെയ്തു എന്ന് കരുതുന്ന ഈ പുണ്യഭൂമി അതുപോലുള്ളൊരു തീർത്ഥസ്ഥാനമാണ്. ഇവിടെ അനവധി വർഷങ്ങളായി മഹനീയമായ ഒരു മേള ഹിന്ദു സമാജത്തിലുള്ളവർ വന്നു ചേർന്ന് ആധ്യാത്മികമായ സദസ്സുകളും വാണിജ്യങ്ങളും ഒക്കെ നടന്നിരുന്നു. അത് പിന്നീട് രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരമായി അധപ്പതിച്ചു. ബ്രിട്ടീഷുകാരെ അതിനെ നിരോധിച്ചു. പക്ഷെ ഇപ്പോഴും വീണ്ടും ഈ ഒരു ഉണർവ് ഹിന്ദു സമാജത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായി ഇവിടെ ഹിന്ദു സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ മകം ആഘോഷിക്കുകയാണ്. മാഘമാസത്തിലെ മകം എന്നുള്ള ഈ പുണ്യ ദിവസം, ഇന്നത്തെ ദിവസം, ഇതിനു മുൻപുള്ള 10-17 ദിവസങ്ങൾ ഈ സങ്കേതത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് വന്നത്. ഇത് ഒരു തനിമയുടെ പുനരാവിഷ്കാരമാണ്. ഇതൊരാത്മബോധത്തിൻ്റെ പുനർജാഗരണമാണ്. ഇതിന് അനവധി മഹത്തുക്കൾ, അമൃതാനന്ദമയി അമ്മയടക്കം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇത് സഫലമായി തീർന്നു എന്നാണ് ഇത്രയും ദിവസത്തെ അനുഭവം. ഇന്നത്തെ ഈ മകം നക്ഷത്രത്തിലെ അനുഷ്ഠാനങ്ങളോടുകൂടി ഈ മേള സമാപിക്കുകയാണ്.